അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. വെള്ളമൊക്കെ തിളച്ച് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചായിരുന്നു. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുക്കാനായിട്ട് വെച്ചിരുന്നതാണ്, രാവിലെ തിളപ്പിച്ച് തണുക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളമാണ്. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാ കാണിച്ചതെന്ന് നിങ്ങൾ ഓർത്ത് കാണുകയല്ലേ, വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ മാങ്ങ ഇന്ന് ഉപ്പിലിടാൻ പോവാം. വർഷങ്ങളോളം കേടാകാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഉപ്പിലിടാമെന്ന് നോക്കാം. എൻ്റെ അമ്മച്ചിയമ്മ, അതായത് അമ്മയുടെ അമ്മയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരുന്നത് കണ്ടും കേട്ടൊക്കെയാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കുറേ വർഷം എന്ന് വെച്ചാൽ ഒരു 5 വർഷത്തോളം ഞാൻ ഇട്ട മാങ്ങ കേടാകാതിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ അതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് നന്നായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ അതുപോലെ നല്ല കറുമുറ തന്നെ ഇരിക്കും. ലാസ്റ്റ് 5 വർഷമായപ്പോൾ കാനമാങ്ങയായിരുന്നു, അതെടുത്ത് ദൂരെ കളയുമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും വർഷമായില്ലേ, ഇനി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ ഇരിക്കുകയില്ല. കറക്റ്റ് മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ തീരും. നമുക്കൊന്ന് ഉപ്പിലിടാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ മാങ്ങയൊക്കെ കഴുകി നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ചെടിച്ചട്ടി കണ്ട ആരും ഒന്നും ഓർക്കണ്ട കേട്ടോ, പുതിയ ചെടിച്ചട്ടിയാണ്. ചട്ടി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ഉപ്പുമാങ്ങ കഴുകി വെച്ചേക്കണ കാര്യം. അടിയിൽ കിഴുത്തയൊക്കെ ഇട്ടിട്ട് പുതിയ ചട്ടി എടുത്തതാണ്. അപ്പോൾ അത് വെള്ളം പൊക്കോളുമല്ലോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ. പോകാത്ത വെള്ളമൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ അധികം വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. മാങ്ങ തേച്ച് കഴുകിയൊക്കെ നന്നായിട്ട് വൃത്തിക്ക് വെച്ചതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പണിയിലേക്ക് പോവാം. ഇനി നമ്മൾ 2 ഭരണി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഭരണി കുറച്ച് നേരമായി കഴുകി വെച്ചിട്ട് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. ഉണങ്ങി ഒട്ടും വെള്ളത്തിൻ്റെ ഇത് കാണരുത്. അതുപോലെ നമ്മൾ ഭരണിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാം നാട്ടിൻപുറത്ത്, ഇവിടെ ഞങ്ങളുടെ ഇടുക്കിയിൽ മാങ്ങയായിട്ടില്ല കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പോൾ, അതായത് ചേർത്തല, ആലപ്പുഴ ജില്ല, അവിടെ പോയപ്പോൾ മാങ്ങ ഇഷ്ടംപോലെ നന്നായിട്ട് വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. അപ്പോൾ നമുക്ക് മാങ്ങ ഉപ്പിലിട്ടാലോ. അപ്പോൾ നമ്മുടെ ഭരണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കാം. തുള്ളി പോലും വെള്ളമില്ല, കണ്ടോ. പച്ചവെള്ളത്തിൻ്റെ ഒരു അംശമേ കാണില്ല, അല്ലേ പെട്ടെന്ന് കേടായി പോവും. ഒത്തിരി നാളൊന്നും ഇരിക്കത്തില്ല. നമുക്ക് കുറച്ച് നാൾ മതിയെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏറെ നാൾ ഇരിക്കണമെങ്കിൽ നന്നായിട്ട് തുടച്ച് പച്ചവെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ വേണം നമ്മൾ ഉപ്പിലിട്ടത് വെക്കാനായിട്ട്. അപ്പം നമ്മൾ ഭരണിയൊക്കെ 2 ഭരണിയും നന്നായിട്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ്, വാങ്ങിക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചാണ് നമ്മൾ തുടച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങായും നന്നായിട്ട് ഉണങ്ങിയിരിക്കുവാണ്. നമുക്ക് പെറുക്കി ഭരണിയിലേക്ക് വെക്കാം. അഥവാ മാങ്ങായ വെള്ളം ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ട് വേണം വെക്കാനായിട്ട്, അല്ല കേടായിപ്പോൾ. ഒത്തിരിയൊന്നും നമ്മുടെ ഭരണി കൊള്ളുമെന്ന് എനിക്ക് തോന്നണില്ല. കുറച്ച്, തീർത്തും ചെറിയ ഭരണിയല്ലേ, അപ്പോൾ കുറച്ചേ കൊള്ളുള്ളൂ. കൊള്ളുന്ന അത്രയും നമുക്ക് കൊള്ളിക്കാം. ബാക്കി നമുക്ക് ഉണങ്ങുകയോ അച്ചാറിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യാം. കണ്ടോ, ഇപ്പം തന്നെ ഇത്ര ആയി. ഇനി നമുക്ക് ഇത്ര ഇരിക്കുന്നു. 2 ഭരണിയുണ്ട്. എന്നാന്ന് പറഞ്ഞാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ പറിച്ച് താഴെ വീഴുമ്പോൾ ചതയുന്ന മാങ്ങ ഉണ്ടല്ലോ, നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം. നമ്മൾ കഴുകാൻ എടുക്കുമ്പോൾ അറിയാം ചതഞ്ഞിരിക്കുന്ന മാങ്ങ. അതൊരു കാരണവശാലും ഉപ്പിലിടരുത്. കാരണം പെട്ടെന്ന് അത് ചീത്തയായി പോവും. ഇതിനും കൂടെ ഇത് ബാധിക്കും. അത് ചീത്തയായി പെട്ടെന്ന് ഇതിലേക്കും പിടിച്ച് അപ്പടി ഒരു വല്ലാത്തൊരിതായി പോവും. അതുകൊണ്ട് നമ്മൾ കഴുകാൻ എടുക്കുമ്പോൾ ചതഞ്ഞ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അച്ചാറിടുവോ കീറി ഉണക്കുവോ അങ്ങനെയൊക്കെ ചെയ്തോണം. ഒരു കാരണവശാലും ഉപ്പിലിടാനായിട്ട് നോക്കരുത്. പിന്നെ നമ്മൾ കീറി ഉപ്പിലിടുമല്ലോ തൽക്കാലം തിന്നാനായിട്ട്, കുപ്പിപ്പരണിക്കകത്ത് കീറി ഉപ്പിലിട്ട് അത് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ചതഞ്ഞ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഉപ്പിലിടരുത് കേട്ടോ. ഏകദേശം നമ്മൾ ഈ ഭരണിക്കകത്ത് ഇത്രയും മാങ്ങ കൊള്ളിച്ചിട്ടുണ്ട്. എണ്ണയൊന്നും നോക്കിയിട്ടില്ല. ഇനി അടുത്ത ഒരു ഭരണി കൂടെ നമുക്കുണ്ട്. നമ്മുടെ അടുത്ത ഭരണിയും ഏകദേശം ഫില്ലാകാറായിട്ടുണ്ട്. കണ്ടോ, പറ്റാവുന്നത്ര ഇട്ട് കൊടുക്കാം.
ഇത്രേ കൊള്ളത്തുള്ളെന്നാണ് തോന്നുന്നത്. കണ്ടോ, ഏകദേശം ഫില്ലായി. അപ്പം നമ്മുടെ 2 ഭരണിയും ഫില്ലാക്കിയിട്ടുണ്ട്. ബാലൻസ് നമ്മൾ കഴുകി വെച്ച മാങ്ങ ഇത്രയും ഉണ്ട്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ, നമുക്ക് അരിഞ്ഞുണങ്ങാം. കുറച്ച് അച്ചാറിടാനായിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അരിഞ്ഞുണങ്ങാമെന്ന് പറഞ്ഞത്. അരിഞ്ഞുണങ്ങിയാൽ ഇരുന്നോളുമല്ലോ. അപ്പം നമുക്കിതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് വാങ്ങിച്ചത്. കല്ലുപ്പ് വാങ്ങിച്ചപ്പോൾ നല്ല കട്ടിയിലിരിക്കുകയാണ് കുറച്ച് ഭാഗം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞെക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ പൊടിയുന്നുണ്ട്. ഇതുപോലത്തെ 2 പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. നമുക്കിനി 2 ഭരണിയിലും കൂടെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ളവർ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് എന്ത് സന്തോഷമെന്നറിയാമോ? മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ 2 ഉണക്കമീനും ഇതുപോലെ ഉപ്പുമാങ്ങക്കറിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, വേറൊന്നും വേണ്ട. അത് മാത്രം കൂട്ടി നമുക്ക് ചോറിനാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, അതാ ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് പറയുന്നതൊക്കെ ഇഷ്ടമാണെന്ന്. ഇഷ്ടമില്ലാത്തവരും കാണും കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഇഷ്ടമില്ലാത്തവർ, ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇഷ്ടം തന്നെയായിരിക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ തിളപ്പിച്ചാറി വെച്ചേക്കുന്ന വെള്ളമുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഉപ്പിലിടുന്നതിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല പൊതിഞ്ഞ് കെട്ടി ഭദ്രമായിട്ട് നമ്മളങ്ങ് വയ്ക്കും. മഴക്കാലമാകുമ്പോൾ പിന്നെ ക്ഷമ കെട്ടാൽ ചിലപ്പോൾ അതിന് മുന്നേ എടുക്കും കേട്ടോ. 2 ഭരണി ഉണ്ടല്ലോ, ഒരു ഭരണി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊതിഞ്ഞ് കെട്ടി നന്നായിട്ട് വായുവൊന്നും അധികം കടക്കാത്ത രീതിയിൽ പൊതിഞ്ഞ് കെട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ കപ്പ് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ചൂടില്ലാത്ത വെള്ളമായിട്ട് നന്നായിട്ട് തണുക്കണം. തലേദിവസം തിളപ്പിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മുടെ ഒരു ഭരണിയുടെ കാര്യം ഓക്കെ ആയി. അടുത്ത ഭരണിയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കപ്പ് കൊണ്ട് ഒഴിച്ചു. ഇനി നമുക്ക് കലത്തോടെ ഒഴിക്കാം. ക്ഷമയില്ലെന്ന് പറയുന്നതൊക്കെ കറക്റ്റ് അല്ലേ? അപ്പം കലത്തോടെ ഒഴിച്ചു. പെട്ടെന്ന് മാങ്ങയുടെ പുറമേ വരെയും വെള്ളം വന്നു. അപ്പോൾ ഈ ഭരണിയും അങ്ങനെ 2 ഭരണിയിലും നമ്മൾ ഉപ്പുമാങ്ങ അല്ല, മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞു. ഉപ്പുമാങ്ങ എന്നാവുമെന്ന് അറിയത്തില്ല. ഒത്തിരി നാളൊന്നും വേണ്ട, പെട്ടെന്ന് ഉപ്പുമാങ്ങ ആവും. പക്ഷെ നമ്മൾ തുറക്കുന്നില്ല. തുറക്കുന്നത് മഴക്കാലം ആകുമ്പോഴേ തുറക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉപ്പിലിടാൻ പഠിച്ചല്ലോ. ഇതിന് പൊതിഞ്ഞ് കെട്ടി വെക്കണം കേട്ടോ. അത് പൊതിഞ്ഞ് കെട്ടിയൊക്കെ ചേട്ടൻ വരുമ്പോൾ വെച്ചോളും. അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി കേട്ടോ, ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. ഒത്തിരി എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാനൊന്നും പറയാറില്ല. ഇപ്പം ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കമൻറ്റ്, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒരു കമൻറ്റ്, ഒരു ലൈക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.